അതെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടി ആരാണ് എടുക്കാത്തല്ലേ? അതിനിപ്പോ കണ്ണൂരാണേലും കാസർഗോഡാണേലും മലപ്പുറത്താണേലും ആരായാലും എടുക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരേക്കർ 86 സെന്റ് സ്ഥലം, കാലി സ്ഥലം ഇതാക്കണം. ഈ കാണുന്ന മുതലിട്ടോ വെറും 8 ലക്ഷം ഉറുപ്പ്യക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ ഉൾപ്പെടുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കുക ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടും സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇനി ഇങ്ങോട്ടുള്ള വരാനുള്ള വഴി സൗകര്യം പറഞ്ഞുതരട്ടോ. ഇത് നമ്മളെ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. ചിറ്റാരിക്കൽ ടൗണിൽ ഏകദേശം 2 കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സ്ഥലം വരുന്നത് അവിടെയാണ്. ഇവിടുന്ന് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ അവിടെ അപ്പൊ നിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ കറണ്ടിന്റെ കണക്ഷൻ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് ഇനിയിപ്പോ പുതിയ കണക്ഷൻ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്യും. ഇനിയിപ്പോ വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാർ അവര് മേലെ തുരങ്കത്തുനിന്ന് വെള്ളമാണ് എടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നമ്മളെ പറമ്പിൽ വേണമെങ്കിൽ ഒരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ആക്കി കഴിഞ്ഞാലൊക്കെ വെള്ളം ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട്, അതായത് നമ്മൾ ഇടുന്ന സ്ഥലത്തിന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം കോണ്ടാക്ട് ചെയ്യട്ടോ. ഒരുവിധം എല്ലാ സ്ഥലത്തിന്റെ വീഡിയോക്കകത്ത് നമ്മള് ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓണർ നമ്പർ എല്ലാം കൊടുക്കും. ഇനിയിപ്പോ ആ സ്ഥലം കച്ചവടമായതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓണർ നമ്പർ നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും കഴിയുന്നതും വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം. അതെ, നമ്മളെ സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചാൽ അതാക്കണം. നോക്കിക്കോളി, പറമ്പിനകത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അതിരെല്ലാം ഫുള്ള് ഇതേമാർക്ക് കല്ലോണ്ട് കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കണം കേട്ടോ. ചുറ്റുഭാഗവും മൊത്തം 1 ഏക്കർ 86 സെന്റ് സ്ഥലം ഇതേപോലെ ചുറ്റുഭാഗം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ്. പറമ്പിൽ ഇപ്പോൾ കുറച്ച് കാട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറമ്പിന്റെ ഉൾഭാഗത്തോട്ട് അധികം പോകാൻ കഴിയില്ല. അപ്പൊ നമ്മള് ഓരോ ഭാഗങ്ങളിലായിട്ട് നിന്നിട്ട് നമുക്ക് ഏകദേശം ഒരു വ്യൂ മൊത്തത്തിൽ എന്നാലും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളെ പറമ്പിന്റെ ഒരു ഏകദേശം കിടപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണവർ നോക്കിയാൽ നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കണം നമ്മളെ പറമ്പിന്റെ തൊട്ട് ചാരിയുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. അതിന്റെ അതിരാണ് ഈ കാണുന്നത്. ഇതേപോലെ അതിര് തിരിച്ചിട്ടേക്കണാണ്. ഇതിന്റെ അപ്പുറത്തേക്കാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കേട്ടോ. നമ്മളെ പറമ്പിനകത്ത് കാട് മൊത്തം കൊത്തിക്കഴിഞ്ഞാൽ അത് അതേപോലെ നല്ല തെളിഞ്ഞ സ്ഥലമായിരിക്കും കേട്ടോ. മുമ്പ് നമ്മളെ പറമ്പിനകത്ത് റബ്ബർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് റബ്ബറോ അല്ലെങ്കിൽ കവുങ്ങോ ഒക്കെ നടുകയും ചെയ്യാം. നമ്മളെ പറമ്പിന്റെ തൊട്ടടുത്ത് അതിരിനോട് ചേർന്ന് അവിടെ വീടുണ്ട്. പിന്നതെ ഇങ്ങോട്ട് വാ. ഇനി നമ്മളെ സ്ഥലം വരുന്ന നമുക്ക് കാസർഗോഡ് ജില്ലയില് ചിറ്റാരിക്കൽ ടൗണിൽ 2 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കാരമല പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് നമുക്ക് ഈസ്റ്റളേരി പഞ്ചായത്താണ്, വില്ലേജ് ചിറ്റാരിക്കലാണ്. ഇനി ഇങ്ങോട്ട് വാ. നമുക്ക് നമ്മളെ കുറച്ച് കാടുണ്ടല്ലേ നമ്മളെ സ്ഥലത്തില്? അതെ, കുറച്ച് കാട് കയറി കിടക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉൾഭാഗത്തോട്ട് ആ ഒരു ഭാഗത്തോട്ടൊന്നും പോകാൻ സെന്ററിലോട്ടൊന്നും പോകാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും ചെറിയ വിലക്ക് ഇതേപോലെ 1 ഏക്കർ 86 സെന്റ് സ്ഥലം പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടോ. മൊത്തം 1 ഏക്കർ 86 സെന്റ് സ്ഥലമാണ് അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ല നിങ്ങൾ ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. കപ്പ, ചേന, ചേമ്പ് എന്ന് വേണ്ട എല്ലാവിധ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് കണ്ടല്ലോ, തെങ്ങുണ്ട് നമുക്ക് ഏകദേശം ഒരു 5 തെങ്ങുണ്ട്. ഇതേപോലെ 4-5 തെങ്ങ് ഇതേപോലെ നല്ല കായ്ക്കണ തെങ്ങുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മളെ പറമ്പിന്റെ ഈ ഒരു സൈഡിലുള്ള എൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, അതിൽ വരുന്നത്. അതിന്റെ എൻഡ് ഇവിടം വരെയാണ് വരുന്നത്. പിന്നെ നമ്മളെ പറമ്പിൽ മറ്റു വേറെ ആദായങ്ങൾക്കായിട്ട് ആയിട്ട് മറ്റു സംഭവങ്ങളൊന്നും ഇല്ല, മരങ്ങളോ സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടം വരെയാണ് അതിന്റെ എൻഡ് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കാണ് സ്ഥലം കിടക്കണത് കേട്ടോ. അതായത് കുറഞ്ഞ വിലക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? അതെ. കുറഞ്ഞ വിലക്ക് ഇതേപോലെ സ്ഥലങ്ങളൊക്കെ കിട്ടുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്ന ആൾക്കാർ കണ്ടമാനം ആൾക്കാർ വിളിക്കണ്ടല്ലോ. കവുങ്ങും റബ്ബറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാൻ വേണ്ടി ചെറിയ പൈസക്കുള്ള സ്ഥലം ഉണ്ടോ ചോദിച്ചു കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് പറ്റുള്ളൂ കേട്ടോ. നല്ല കിടിലം പ്ലോട്ടാണ്. പിന്നെ നമുക്ക് പറമ്പിനോട് ചാരി ഈ ഒരു മേലെ ഭാഗത്ത് വീടുകളുണ്ട്, അതുപോലെ തന്നെ താഴെയും വീടുകളുണ്ട് അല്ലേ? അതെ. അപ്പൊ നമ്മളിപ്പോ സ്ഥലത്തിന്റെ കുറച്ച് സെന്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. താഴെ ഭാഗത്താണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. ഇപ്പൊ നോക്കിയേ ഫുള്ള് കാടാണ്. എന്നാലും കുറേശ്ശെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ പോയി നോക്കാം നമുക്ക് കേട്ടോ. നല്ല മണ്ണുള്ള സ്ഥലമാണ്.
കാണിക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് ട്ടോ. നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണൊക്കെയാണ് അത്യാവശ്യം അല്ലേ. അതെ, നമുക്ക് റബ്ബർ വെക്കണേ റബ്ബർ വെക്കാം, അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം. കവുങ്ങ് നടണമെങ്കിൽ കവുങ്ങ് നടാം. സ്ഥലം തന്നെയാണ് അല്ലേ. അതെ, ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞ് ചിറ്റാരിക്കൽ ടൗണിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യങ്ങളും ചിറ്റാരിക്കൽ ടൗണിന് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടൗണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പ്ലോട്ടിലോട്ട് ഒരു 150 മീറ്റർ നമുക്ക് നടപ്പുവഴിയാണുള്ളത് ഇപ്പൊ നിലവില്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? അടിപൊളി സ്ഥലമാണ് കേട്ടോ, എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത്. അപ്പൊ കൃഷിയൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയല്ലേ. അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ ഇതിനകത്തൊരു നടപ്പുവഴിയാണുള്ളത്, ഏകദേശം ഒരു 100-150 മീറ്ററോളം നടപ്പുവഴിയാണുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ കാരമല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 1 ഏക്കർ 86 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇനി ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതായത് മൊത്തം സ്ഥലത്ത് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ. അതെ, അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.